കാശ് പണം തുട്ട് മണി മണി കാശ് പണം തുട്ട് മണി മണി എത്ര തുട്ട് കിട്ടി? ഞങ്ങൾക്ക് എത്ര തുട്ട് കിട്ടി? നാട്ടുകാർ ചോദിക്കുന്നു. നാട്ടുകാർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് അതിജീവിതയെ ഒറ്റിയതിന് എത്ര തുട്ട് കിട്ടി? എന്താ ആശാ നീ വർത്താനം പറയണത്? ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്. ഞങ്ങൾ അതിജീവിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പ്രോസിക്യൂഷൻ അങ്ങ് മറ്റേ എന്തുവാ അങ്ങ് തോൽവി സമ്മതിക്കുകയായിരുന്നാണല്ലോ നമ്മൾ അറിഞ്ഞത്. അതിജീവിതയുടെ കാര്യത്തിൽ, തെളിവിന്റെ കാര്യത്തില് ഞങ്ങൾ ഒരേ സമയം ഇരക്കൊപ്പവുമാണ്, ഒരു വഴിക്കൂടെ വേട്ടക്കാരനൊപ്പവുമാണ്. ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാർ അതിജീവിത, എന്നിട്ട് നിങ്ങളുടെ സ്ത്രീപക്ഷ സർക്കാർ എടുക്കുന്ന എഫേർട്ട് എല്ലാം അങ്ങ് പോവാണല്ലോ. അതിപ്പോ ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഘോരം വാദിച്ച പ്രോസിക്യൂഷനെ നമ്മൾ അഭിനന്ദിച്ചിരുന്നു. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഘോരം വാദിച്ച പ്രോസിക്യൂഷനെ നമ്മൾ അഭിനന്ദിച്ചിരുന്നു. പക്ഷെ ഇവിടെ എന്ത് പറ്റി? അച്ഛനെ പണത്തിന് മീതെ പരുന്നും പറക്കില്ലെന്ന് പണ്ടാണ്. അതാ ഞാൻ ചോദിക്കുന്നത്, എത്ര കിട്ടി നിങ്ങൾക്ക്? ഞങ്ങൾക്കല്ല കിട്ടുന്നത്. അയ്യോ, പിന്നെ ആയാലോ ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ നാട്ടുകാർ പറയുന്നത് നിങ്ങള് മറ്റേ ഇരയ്ക്കൊപ്പമാണ് എന്ന് കാണിച്ചുകൊണ്ട് വേട്ടക്കാരനെ സംരക്ഷിച്ചു എന്നാണ് കെ രമയൊക്കെ പറഞ്ഞത്. അയ്യോ, അവർക്ക് എന്തോണോ പറയാലോ, അവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾ അതിജീവിതമാർക്കൊപ്പമാണ്. അല്ലല്ല, നമുക്കറിയാം, അങ്ങോട്ട് മാറിക്ക്. ഇവിടുത്തെ കാര്യത്തിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്കൊപ്പം ഇവിടെ നിന്നിട്ടുള്ള കറകളഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനേ ഉള്ളൂ, PC തോമസ്. പിണറായി അല്ല, PC തോമസ്. ആ മനുഷ്യനുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും ആ പെൺകുട്ടി അങ്ങേയറ്റം പൊരുതി ഇവിടെ വരെ എത്തിയത്. പക്ഷെ ഇവിടെ നിർത്തുന്നില്ല. പക്ഷെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മറ്റേ അപ്പീൽ കൊടുക്കുമെന്ന്. ഞങ്ങളുടെ മുഖ്യനെ വന്ന് കണ്ടല്ലോ, അതിനുശേഷം ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയത്. ഞങ്ങളുടെ മുഖ്യനെ വന്ന് കണ്ടില്ല. നിങ്ങൾ മുക്കി എണിച്ചു അതിജീവിതം എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തതാണ്. എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തിട്ടാണ് ഇങ്ങനെയായി പോയത്. ഇങ്ങനെ വിചാരിച്ചില്ല. ഓരോ അതിജീവിതയ്ക്ക് വേണ്ടി ഇവർ ഓരോ നടപടിയാണ് സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ? അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ അപ്പീൽ പോകുന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പീൽ പോയില്ലേ? അതിജീവിത പോണം. എന്റെ സ്ത്രീപക്ഷ സർക്കാർ അവിടെ നിൽക്കും. അതിജീവിതയെ പ്രതികൾക്ക് നിങ്ങൾ അപ്പീൽ പോവുക, അപ്പീൽ എന്തോ ചെയ്യും. സുഹൃത്തുക്കളെ, നമുക്ക് പറയാനുള്ളത്, അതിജീവിതയുടെ കാര്യത്തിൽ അതിജീവിത നിയമ പോരാട്ടവുമായി മുൻപോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. കാര്യം എന്താണെന്നറിയാമോ? ഇതിനകത്തിലെ പലതും അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഗൂഢാലോചനയുടെ കുറെ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അതുപോലെ തന്നെ കോടതിയുടെ നിരീക്ഷണത്തിലായിരുന്ന വീഡിയോയിലെ മറ്റേ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തുപോയി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തായാലും അതിജീവിത പോണം. ഇവരെ വിശ്വസിച്ചിരിക്കരുത്. അതിജീവിത പോണം പോരാട്ടത്തിന്, കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് വീണ്ടും അങ്ങ് പണി തരികയാണല്ലോടോ മറ്റേ രമേശ് ചെന്നിത്തല. 500 കോടിയുടെ കൊള്ളയാണോടോ നിങ്ങൾ നടത്തിയിരിക്കുന്നത് ശബരിമലയില്? അതിനെത്ര പൂജ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് അറിഞ്ഞൂടാ. 500 എത്ര പൂജയുണ്ട്? 500 എത്ര പൂജ ഉണ്ടെന്ന് അറിയത്തില്ല. എത്ര പൂജയുണ്ട്? രാജ്യാന്തര ബന്ധം ഉണ്ടെന്നൊക്കെയാണല്ലോ മറ്റേ ചെന്നിത്തല പറയുന്നത്. അത് പിന്നെ ചെന്നിത്തലയ്ക്ക് എന്ത് പറഞ്ഞുകൂടാത്തത്? അല്ലല്ലേ, സ്ഥിരം നിങ്ങൾക്ക് പണിയാകുന്നത് ചെന്നിത്തലയാണല്ലോ. നേരത്തെ സ്പ്രിംഗ്ലർ വിവാദം നിങ്ങൾക്കെതിരെ കൊണ്ടുവന്നു. പുള്ളിയുടെ എപ്പോഴും ഇത് വിചാരിക്കുക പുള്ളിയാണ് പ്രതിപക്ഷ നേതാവ്. അയ്യോ, മാറിയത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അവര് തമ്മിൽ അടിയല്ലേ, പ്രതിപക്ഷ നേതാവ് ആരാകണം, മുഖ്യമന്ത്രി ആരാകണം. അതെ, അവരാദ്യം അടിച്ച് തീരുമാനിക്കട്ടെ. അല്ലല്ല സുഹൃത്തുക്കളെ, രാജ്യാന്തര ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ചില തെളിവുകൾ ചെന്നിത്തലയുടെ പക്കലെത്തി എന്നാണ് പറയുന്നത്. ഒരു വ്യവസായിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ കിട്ടിയെന്നോ, അദ്ദേഹത്തെ SITക്ക് മുൻപിൽ കൊണ്ടുപോകുമെന്നോ, തെളിവിടല മൊഴി കൊടുപ്പിക്കുമെന്നോ, ഫോണിലെ ചില രേഖകൾ കാണിക്കുമെന്നോ ഒക്കെയാണ് വിവരങ്ങൾ. പാർട്ടിക്ക് വ്യക്തത വന്നാൽ നടപടി സ്വീകരിക്കും. ഓക്കെ. പാർട്ടിക്ക് വ്യക്തത വരുന്നത് അവിടെ ഇരിക്കും. ശബരിമലയിൽ നിങ്ങളുടെ പാർട്ടിക്ക് വ്യക്തത വരുത്തേണ്ട കാര്യം എന്തുവാ? ഇവിടെ സർക്കാർ സംവിധാനത്തോടാണ് നമ്മൾ ചോദിക്കുന്നത്. അതിന് നിങ്ങളുടെ പാർട്ടി എന്തിനാണ് വരുന്നത്? അതല്ല, മറ്റേ അവർക്ക് AKG സെന്റർ കൊണ്ടുവച്ചാൽ മതി, കേട്ടോ. നമുക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ, എന്താണ് ഈ ബംഗളൂരുവിലേക്ക് നിങ്ങളുടെ അന്വേഷണം അങ്ങോട്ട് ഇറങ്ങാത്തത്? അത് ബംഗളൂരിലെ കാടുകളിൽ, ബംഗളൂരുവിലെ മറ്റേ സത്യമംഗലം കാടാണോ? കാട്ടില് ഒരു കൊമ്പനുണ്ട്. കോൺഗ്രസിലെ ഒരു കൊമ്പൻ കാട് കയറി നടക്കുകയാണ്. കൊമ്പനാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചോ? കൊമ്പൻ തന്നെ. പിന്നെ ഇത്രയും കാണിച്ചിട്ട് ഇത് കൊമ്പനില്ലാതെ പിന്നെ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇരയെ ആയിരുന്നു, ഇപ്പൊ കൊമ്പൻ വരെ ആയിട്ടുണ്ട്. പറയണ്ടേ കൊമ്പൻ തന്നെ. സാധാരണ നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ കൊമ്പൻ, സിംഹം, പുലി, കരടി. ഞങ്ങളുടെ കൊമ്പൻ പോസിറ്റീവ് കൊമ്പൻ, ആ കൊമ്പൻ നെഗറ്റീവ് കൊമ്പൻ. ഓക്കെ. അല്ല,
ഞാൻ ബംഗളൂരുവിലേക്ക് അന്വേഷണം പോകുന്നു എന്ന് ചോദിച്ചാൽ രാഹുൽ മങ്കൂട്ടത്തിന്റെ കാര്യമല്ല. പിന്നെ അല്ല, ഈ ബംഗളൂരുവിലെ സ്വർണ്ണക്കനികളിലേക്കൊക്കെ നിങ്ങൾ അന്വേഷണം വ്യാപിപ്പിക്കണം. എന്തിനാണ് ഈ മറ്റേ SIT അങ്ങോട്ട് വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ച് സമ്മർദ്ദം ചെലുത്തുന്നത്? സമ്മർദ്ദം ചെലുത്തുന്നു, ആര് പിടിച്ചു വെക്കുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഒരു അറസ്റ്റ് പാടില്ലെന്നാണ് SITക്ക് പോയിരിക്കുന്ന നിർദ്ദേശം. അതെ, തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, സമാധാനം പെടുവോ? തിരഞ്ഞെടുപ്പ് വരെ നമ്മളെന്തിനാ കാത്തിരിക്കുന്നത്? നിങ്ങൾ കാത്തിരിക്കൂ, നിങ്ങൾ നോക്കിയിരിക്കണം. നിങ്ങൾക്ക് വേറെ വീട്ടിൽ പണിയൊന്നുമില്ല. അതാ നമ്മളും ചോദിക്കാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല? ഞങ്ങൾക്ക് വേറെ ഉള്ള കേസ് മുഴുവൻ അട്ടിമറിച്ച് ഇമ്മാതിരി ഊച്ചാളിത്തരം കാണിക്കലാണ് ഇവരുടെ പണി. ഇവർക്ക് എന്നെ ഊച്ചാളിത്തരം. പകുതി വെന്ത നിലപാട് ഞങ്ങൾ ഈ വിഷയത്തിൽ അതെ ഫുൾ അൽഫാമായിട്ട് ഇവരെടുക്കും. അതെ ഞങ്ങള് SIT യാതൊരു തർക്കവുമില്ല. അല്ല, നിങ്ങൾ ഇത്ര SIT ആയിട്ട് തർക്കിക്കുന്നു, നിങ്ങളുടെ പാർട്ടി ഇത്ര SIT ആയിട്ട് തർക്കിക്കുന്നത്? SITയുടെ ഒന്ന് നിങ്ങൾ കോടതിയോട് ഒന്ന് തർക്കിക്കടോ. ഹൈക്കോടതി ഇമാതിരി ഊച്ചാളിത്തരം കാണിക്കരുതെന്ന് ചോദിച്ചു നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി. ഞങ്ങൾ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തില്ലേ, ഞങ്ങൾക്ക് തർക്കമില്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അയ്യോ, തർക്കിച്ചിട്ടും കാര്യമില്ല. അവന്മാര് കൊള്ള കാണിച്ചിട്ടാണ് തൂക്കെടുത്തോണ്ട് പോയത്. ഞങ്ങളുടെ നേതാക്കന്മാരെ തൊട്ടതിൽ ഞങ്ങൾക്ക് തർക്കമില്ലെന്ന് എനിക്ക് പോടാ അവിടെ. പിന്നെ ഞങ്ങൾ തർക്കം കൊണ്ട് അങ്ങോട്ട് ഹൈക്കോടതിയിലോട്ട് ചെല്ല്. ഗോവിന്ദനെ അവർ ചുരുട്ടി കൂട്ടി താഴെ അടിച്ചു വിടും. പിന്നെ കോടതിക്ക് അങ്ങനെ മറ്റേ പിണറായി ഗോവിന്ദൻ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, അതെ പരിശുദ്ധമാണ്. പാർട്ടി ആരെയും സംരക്ഷിക്കില്ല. തെറ്റ് ചെയ്ത എല്ലാത്തിനും. പക്ഷെ പത്മകുമാറിനെ ഞങ്ങൾ അകത്തായതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കില്ല. പത്മകുമാർ അകത്തായതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കില്ല. ഞാൻ വീണ്ടും പറയണോ, അകത്ത് പുറത്തിറങ്ങിയിട്ട് പുറത്താക്കും. അത്രയാണ് ഞങ്ങളുടെ നിലപാട്. ആദ്യത്തെ സംഭവം അല്ലല്ലോ. മറ്റേ ദേശീയപാത പൊളിഞ്ഞതിൽ എന്താ നിലപാട്? ദേശീയപാത പൊളിഞ്ഞത് എല്ലാം കൊണ്ട് ഞങ്ങൾ പണിയും പൊളിയും. ആൾക്കാർ രക്ഷപ്പെട്ടത് അതാണോ? ആർക്കേലും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ കാണായിരുന്നു. അതിനും കൂടെ പറയേണ്ടി വന്നേനെ. അത് കേന്ദ്രത്തിന്റെ അല്ലല്ല, അതവിടെ നിൽക്കട്ടെ. വേറെ കാര്യമുണ്ട്. മറ്റേ ഈ ശബരിമലയിൽ SIT നടത്തുന്ന അന്വേഷണം ഉണ്ടല്ലോ, ആ അന്വേഷണം ഇപ്പൊ നിങ്ങളുടെ സൂര്യൻ അങ്ങ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നല്ലോ. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അത് പിന്നെ ഞങ്ങൾക്ക് ഗത്യന്തരമില്ല. നിങ്ങൾക്ക് ഗത്യന്തരമില്ലാതെ നിങ്ങൾ കിടന്നെഴുകയാണെന്ന് നമുക്കറിയാം. ശബരിമലയിൽ ക്രെഡിറ്റ് എന്തിന് ഞങ്ങൾക്ക് ക്രെഡിറ്റ്? അയ്യോ, നിങ്ങളുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. എന്തോ എന്റെ മിടുക്ക് പോലെ ശബരിമലയിലെ കൊള്ള കണ്ടുപിടിച്ചു എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ കാലേ വാരി നിലത്തടിക്കും എല്ലാത്തിനും. ഹൈക്കോടതി ഞങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ഊച്ചാളിത്തരം, നിങ്ങളുടെ ഉളപ്പില്ലായ്മ, നിങ്ങളുടെ തൊലിക്കട്ടി കൂടുതൽ, നിങ്ങളുടെ നാണം കെട്ട ഏർപ്പാട്, മാനവരെ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് കൊള്ളുക. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ടാണ് ഈ അന്വേഷണം ഇവിടെ വരെ എത്തിയതും ഇവിടെ പത്മകുമാറും വാസുവും ഒക്കെ തൂങ്ങിയതും. ഞങ്ങൾ സംരക്ഷിച്ചിരുന്നെങ്കിൽ തൂങ്ങുമായിരുന്നോ? ഞങ്ങൾ സംരക്ഷിച്ചില്ല, അവിടെയാണ് ഞങ്ങളുടെ വിജയം. അയ്യോ, കൃത്യമായ തെളിവുള്ളത് കൊണ്ട് കോടതി പറഞ്ഞു തൂക്കിയെടുത്ത് അകത്തിടാൻ. ഞങ്ങൾ അല്ല, നിങ്ങൾ AKG സെന്ററിൽ കൊണ്ടിരുത്തിയാനേ അവിടെ. ഞങ്ങൾ തെളിവ് നശിപ്പിച്ചില്ല, പ്രതികളെ സംരക്ഷിക്കാൻ ഞങ്ങളൊന്ന് ആഞ്ഞു പരിശ്രമിച്ചിരുന്നെങ്കിലേ പ്രതികള് ഞങ്ങളുടെ പക്ഷെ ഞങ്ങൾ ശ്രമിച്ചില്ല. അവിടെയാണ് ഞങ്ങൾ വ്യത്യസ്തരാകും. ഇതിനു മുൻപ് നിങ്ങൾ പ്രതികളെ ഒളിപ്പിച്ച ചരിത്രമുണ്ട്. അത് പണ്ട്. എന്നിട്ടും പോയി അവിടുന്ന് തൂക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ അതെ, നിങ്ങളുടെ പാർട്ടി കോടതി പോലെ അല്ല ഇവിടുത്തെ കോടതികൾ. മനസ്സിലായി? ഹൈക്കോടതിയൊക്കെ കളിക്കാൻ ചെല്ലുമ്പോ സൂക്ഷിക്കണം. ദേവൻ രാമേന്ദ്രന്റെ ആവശ്യത്തിലധികം ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓർമ്മിപ്പിക്കണോ ഞാൻ? അതെ. അപ്പൊ ആരുടെ മിടുക്ക പറ? ആരുടെ മിടുക്കൊണ്ടാ അന്വേഷണം ഇവിടെ വരെ എത്തിയത്? പറ. ഹൈക്കോടതി. അത് ഞങ്ങൾക്ക് സമ്മതിക്കാൻ ഒരു മടിയില്ല. അയ്യോ, നിങ്ങൾ സമ്മതിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ഇടയിൽ കൂടെ ക്രെഡിറ്റ് വരാതിരുന്നാ മതി. ഞങ്ങൾക്ക് എന്തിനീ വിഷയം സംബന്ധിച്ച് ക്രെഡിറ്റ്? ഞങ്ങൾ പറയുന്നു, ഇപ്പോഴും പറയുന്നു, അയ്യന്റെ ഒരു തരി പോലും പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അകത്ത് കൊണ്ടുവന്നിരിക്കും. എവിടെ കൊണ്ടുവരും? നിങ്ങൾ എവിടുന്ന് കൊണ്ടുവരും? ശബരിമലയിൽ കള്ളന്മാരെ കയ്യിൽ നിന്ന് പിടിച്ചോളൂ. അത് SIT കൊണ്ടുവച്ചോളൂ. ഹൈക്കോടതി ഉത്തരവിട്ടതനുസരിച്ച് കൂടെ നിൽക്കുമെന്ന്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, 9 കൊല്ലമായിരുന്നല്ലോ ഇത്ര വലിയ കൊള്ള നടന്നത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു? നിങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞില്ല. കള്ളന്മാരായിരുന്നു കള്ളന്മാര്. അല്ല, പിന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഈ വിശ്വാസം സംരക്ഷിക്കൂ എന്ന് പറഞ്ഞത്? അത് വിശ്വാസം നിങ്ങളുടെ മുഖ്യമന്ത്രിയാണല്ലോ ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നിരുന്ന് ഡയലോഗ് അടിച്ചത് വിശ്വാസം സംരക്ഷിക്കുമെന്ന്. എന്ത് തരം വിശ്വാസം സംരക്ഷിക്കുമെന്നായിരുന്നു? അത് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കും. എന്നിട്ട് അതല്ലേ വ്രണപ്പെട്ടിരിക്കുന്നത് ഇപ്പം? പിന്നെ ഞങ്ങൾ കള്ളന്മാരിങ്ങനെ ഞങ്ങൾ നക്കി മുക്കി തിന്നു. എന്ത് ചെയ്യാൻ പറ്റും? ആര് തെറ്റ് ചെയ്താലും ഞങ്ങൾ സംരക്ഷിക്കില്ല. അവർക്കെതിരെ നടപടി ഉണ്ടാകും. പാർട്ടി നിന്ന് ചവിട്ടി പുറത്താക്കും. അതിലൊരു ന്യായവും ഇല്ല. ആർക്കു വേണമെങ്കിൽ അതൃപ്തി രേഖപ്പെടുത്താം. പാതിവെന്ന നിലപാടില്ല.
അൽഫാമായിട്ട് ഞങ്ങൾ എടുക്കും. പൊക്കോളും, 2 കുബൂസും കൂടെ മേടിച്ച് തിന്നെ. ഞങ്ങൾക്ക് ക്ഷീണമില്ല. കുറച്ച് കരിക്കും വെള്ളം ഇതിന് നല്ല അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കൂടി ക്ഷീണമില്ല, നമ്മൾ സമ്മതിച്ചു. അതെ അതെ അതെ, ക്ഷീണമില്ല. ഉപ്പിട്ടൊരു ഷോഡ എടുക്കട്ടെ. ഞങ്ങൾ ഇപ്പോഴും പറയാണ്, പാതി വെന്തിരിക്കുന്നത് മുഴുവനായിട്ട് സംരക്ഷിക്കുന്നില്ല. ഞങ്ങൾ ആരെയും സംരക്ഷിക്കുന്നില്ല. പാതി വെന്തത് കുറച്ചുകൂടെ വേവിച്ച് തിന്നെ. ഞങ്ങൾ ആരെയും സംരക്ഷിക്കുന്നില്ല, അവർ സംരക്ഷിക്കുന്നില്ല. മാനവർക്കെല്ലാം അറിയാമല്ലോ അല്ലേ? ഒലക്കയുടെ മൂട്.